നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്കിൽ കരിയന്നൂർ വില്ലേജിൽ എരുമപ്പെട്ടി ദേശത്ത് താമസിക്കുന്ന ചെറുവത്തൂർ ദേവസി മകൻ ഫ്രാൻസിസ്. ഇദ്ദേഹം 2 വർഷമായി സ്ട്രോക്ക് വന്ന് തളർന്ന് വീട്ടിൽ കിടപ്പാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജോഷി ആളൂർ, തൃശ്ശൂർ അതിരൂപതയിലെ എരുമപ്പെട്ടി ഇടവകയിലെ വികാരിയച്ഛനാണ്. എരുമപ്പെട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് ഒരു പുതിയ പള്ളി പണിതുകൊണ്ടിരിക്കുന്ന സമയം കൂടെയാണ്. എരുമപ്പെട്ടി ഇടവകയിലെ ചെറുവത്തൂർ ദേവസി ഫ്രാൻസിസും കുടുംബവും ഈ ഇടവകയിലെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. ഫ്രാൻസിസ് സ്ട്രോക്ക് വന്ന് ഇപ്പോൾ കിടപ്പിലാണ്. ഫ്രാൻസിസിൻ്റെ ഒരു പെങ്ങൾ ഹാൻഡിക്യാപ്ഡാണ്. ഫ്രാൻസിസിൻ്റെ 3 മക്കളിൽ 2 പേര് ട്യൂമർ വന്ന് ചികിത്സയിലാണ്. മകളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ കഴിഞ്ഞു. മകൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് ആ രോഗത്തെ അതിജീവിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ചെറുവത്തൂർ ദേവസി ഫ്രാൻസിസും കുടുംബവും സാമ്പത്തിക സഹായം അർഹിക്കുന്ന ഒരു കുടുംബമാണ്. ഈ പ്രോഗ്രാം കാണുന്ന, ഗുഡ്നസ് TV-യിലെ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ എല്ലാവരും സാധിക്കുന്ന വിധത്തിൽ സഹായിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇദ്ദേഹം മുൻപ് പുഴയിൽ നിന്നും മണ്ണെടുത്ത് വിൽക്കുന്ന ബിസിനസ് നടത്തിയിരുന്ന ആളായിരുന്നു. സർക്കാർ ലൈസൻസ് പുതുക്കി കൊടുക്കാതെ വന്നപ്പോൾ ആ തൊഴിൽ ചെയ്യുവാൻ കഴിയാതാവുകയും പിന്നീട് ഉപജീവനത്തിനായി സെക്യൂരിറ്റി പണിക്ക് പോയി തുടങ്ങി. 8 വർഷത്തോളം ഇതേ പണി തുടർന്നു. 2 വർഷം മുൻപ് സ്ട്രോക്ക് വന്നതോടുകൂടി അതും ഇല്ലാതായി. കൂടാതെ കിടപ്പിലുമായി. എൻ്റെ പേര് ബാബു ജോർജ്. തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി എന്ന സ്ഥലത്ത് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയുടെ കീഴിലുള്ള യൂണിറ്റുകളിൽ ഒന്നായ സെൻറ്റ് മാത്യൂസ് യൂണിറ്റിലെ യൂണിറ്റ് പ്രസിഡൻ്റാണ് ഞാൻ. ഞങ്ങളുടെ യൂണിറ്റിലെ ഒരു കുടുംബമായ ഫ്രാൻസിസ് ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വളരെ നിർധനരായ ഒരു കുടുംബമാണിത്. ഫ്രാൻസിസ് ചേട്ടൻ വളരെ നാളുകളായിട്ട് അസുഖബാധിതനായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ വിഷമത്തിലായിരുന്നു. എങ്കിലും വീട്ടിലൊക്കെ നടക്കുവാനൊക്കെ സാധിച്ചിരുന്നു. എന്നാൽ ഏകദേശം 2 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് തളർന്ന് തീരെ കിടപ്പിലായ അവസ്ഥയാണ്. മൂത്ത മകൻ സാധാരണ നിർമ്മാണ പ്രവർത്തികൾ ചെയ്ത് മേസൻ്റെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനും കുറച്ച് നാളുകളായി ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് ചികിത്സിക്കാൻ പാടുപെടുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകൻ കയറ്റിറക്ക് തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ മേഖലയിൽ ഇവളെ വളരെ സ്തംഭനാവസ്ഥയാണ്, ജോലിയൊന്നുമില്ല. അങ്ങനെ ഈ കുടുംബം ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പലവിധ അസുഖങ്ങളാൽ കുടുംബത്തിൽ ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ പോകുന്നൊരവസ്ഥയാണ്. കൂടാതെ ഇവരുടെ കൂടെ അവിവാഹിതയായ ഇവരുടെ പെങ്ങളും താമസമുണ്ട്. എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രോഗികളാണ്. എനിക്ക് ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരായ നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളൊരു കാര്യം, നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഈ എളിയ സഹോദരിയിൽ നിങ്ങൾ ആർക്കെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ഒരു വാചകം ഓർത്തുകൊണ്ട് ഈ കുടുംബത്തിനെ കഴിയുന്ന വിധത്തിലെല്ലാം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
രണ്ടാണും ഒരു പെണ്ണും ഉൾപ്പെടെ ഇദ്ദേഹത്തിന് 3 മക്കളാണുള്ളത്. മക്കളുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. മൂത്ത മകൻ ഡേവിഡിന്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. മൂത്ത മകൻ ക്വാറിയിലെ യൂണിയൻ പണിക്കാരനായിരുന്നു. ഇപ്പോൾ ക്വാറി ഇല്ലാത്തതുകൊണ്ട് വേറെ ചെറിയ പണികൾക്ക് പോകുന്നു. രണ്ടാമത്തെ മകൻ ജോസഫ് തേപ്പ് പണിക്കാരനായിരുന്നു. ഇപ്പോൾ ട്യൂമറിന്റെ അസുഖം വന്നതിന് ശേഷം സെക്യൂരിറ്റി പണിക്ക് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു. ഇദ്ദേഹം ഭാര്യ വീട്ടിൽ താമസമായതുകൊണ്ട് അല്പം അകലെയാണെങ്കിലും ഇടയ്ക്ക് വന്ന് അപ്പനെ നോക്കുന്നുണ്ട്. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞങ്ങൾ 3 മക്കള് അപ്പച്ചന്. 2 ആണും ഒരു പെണ്ണും. മൂത്തത് ചേട്ടൻ, പിന്നെ രണ്ടാമത്തെ ഞാൻ, താഴെയുള്ളത് പെങ്ങളാണ്. പെങ്ങളെ ഇവിടെ അടുത്തേക്ക് തന്നെയാണ് കല്യാണം കഴിച്ചു പതിയാരം എന്ന് പറയും. പിന്നെ ചേട്ടന് യൂണിയൻ്റെ പണിയായിരുന്നു. ഇപ്പോൾ കോറികളും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാത്ത കാരണം ഇപ്പോൾ പണിയൊന്നും ഇല്ല, പണി കുറവാണ്. പിന്നെ പെങ്ങൾക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ വയ്യ, ആള് തുണിക്കടയിലാണ് പോയിരുന്നത്. ഇപ്പോൾ തലയിലൊരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ആൾക്ക് തീരെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലൊക്കെയാണ്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ ഞാനൊരു 18 വർഷത്തോളമായി മരുന്ന് ചികിത്സ ഇതൊക്കെ ആയിട്ട്, ആ തലയിൽ ട്യൂമറിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പോരാത്തതിന് ഇപ്പോൾ അപ്പച്ചന് ഒരു 2 വർഷമായി ആള് തളർന്നിട്ട് സ്ട്രോക്ക് വന്നതാണ്. തളർന്ന് കിടപ്പാണ്. അപ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ഇവരുടെ ഒപ്പം ചേട്ടനാണ് താമസിക്കുന്നത്. ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും 2 മക്കളവർ. എനിക്കും 2 മക്കൾ, ഒരാണൊരു പെണ്ണും. ചേട്ടൻ്റെ 2 പെൺകുട്ടികൾ. ഇപ്പോൾ ഞാൻ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ ആണെങ്കിൽ അപ്പച്ചനും അളിയനുണ്ടായിരുന്നു, അളിയനും മരിച്ചു. അമ്മ മാത്രമല്ലോ. അപ്പോൾ പിന്നെ അമ്മേനെ നോക്കേണ്ട ഒരു ഇത് നമുക്ക് ആണ്. അപ്പം ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. ഭാര്യയ്ക്കും ഈ പറഞ്ഞ പോലെ നല്ലൊരു കാശ് മരുന്നിന് വേണം. ഞാനിപ്പോൾ സെക്യൂരിറ്റിയുടെ പണിക്ക്, ഞാൻ ആദ്യം തേപ്പ് പണിക്ക് പോയിരുന്നത്. പക്ഷേ എനിക്ക് ട്യൂമറിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഉള്ള കാരണം പണിക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. മരുന്ന് കഴിക്കുമ്പോൾ ക്ഷീണവും ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ സെക്യൂരിറ്റിയുടെ ജോലിക്കാണ് പോണത്. അപ്പോൾ പോരാത്തതിന് ഇപ്പോൾ അപ്പച്ചനും ഈ പറഞ്ഞ പോലെ ചികിത്സയ്ക്കും ഈ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നല്ലൊരു പൈസ അതും വരുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അമ്മയ്ക്കും അയ്യ. പിന്നെ ഞങ്ങളുടെ ഒപ്പം ഒരു അപ്പച്ചൻ്റെ പെങ്ങളുണ്ട്, അത് ഹാൻഡിക്യാപ്ഡാണ്. എല്ലാം കൂടിയിട്ടൊരു വളരെ ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പച്ചനിപ്പോൾ കുറേശ്ശൊക്കെ ഇങ്ങനെ നടന്നിരുന്നു ഒറ്റടി വെച്ചിട്ടൊക്കെ. ഇപ്പം തീരെ പറ്റാതെയായി, ആള് തീരെ കിടപ്പായി. വളരെ ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൊണ്ട് ട്യൂമറിനുള്ള സർജറി ചെയ്യുവാൻ കഴിയാതെ മരുന്നിൽ മാത്രം ചികിത്സ ഒതുക്കിയിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ശമരിയൻ പ്രോഗ്രാമിലേക്ക് അപേക്ഷ അയച്ചത്. ഇപ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകരിൽ ഇവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അപ്പച്ചൻ ഇവിടെ വീടിൻ്റെ അടുത്ത്, പഴയ വീടിൻ്റെ അടുത്ത് ഈ പുഴയിൽ നിന്ന് മണൽ കോരി പഞ്ചായത്തിൽ നിന്ന് ലേലം ചെയ്ത് പുഴയിൽ നിന്ന് മണൽ വാരിയിട്ട് അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തീരെ പറ്റാത്തൊരിതായി. പിന്നെ പുഴയിൽ അത് കഴിഞ്ഞ് മണലെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഇതായി. ഇപ്പോൾ ആള് അപ്പച്ചൻ സെക്യൂരിറ്റിയുടെ പണിക്ക് പോയിരുന്നത്. ആള് ഇപ്പോൾ ഒരു 8-9 വർഷത്തോളം സെക്യൂരിറ്റി പണിക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് പശുവിനെ നോക്കാൻ, പശുവിനെ വളർത്തലും കാര്യങ്ങളൊക്കെ ആയി. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു പൈസ വയ്യാണ്ട്, പശുക്കൾക്ക് വയ്യാണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അതും ബുദ്ധിമുട്ടായി. അതൊക്കെ കഴിഞ്ഞ് ആള് സെക്യൂരിറ്റി പണിക്ക് പോയിരുന്നത്. അപ്പോൾ ഒരു 8-9 വർഷത്തോളം വർക്കിന് പോയി സെക്യൂരിറ്റിയുടെ പണിക്ക്. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അതിലേക്ക് പോയിരുന്നത്.
സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. മരുന്നും കാര്യങ്ങളൊക്കെ ഇതായിട്ട്. അപ്പോൾ ഈ ഗുഡ്നസ് TV ചാനൽ കാണുന്ന എല്ലാ നല്ലവരായ പ്രേക്ഷകർ ഞങ്ങളെന്നെ സാമ്പത്തികമായി സഹായിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. പ്രാർത്ഥനയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നത്. തൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും അതെല്ലാം മറന്ന് തൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുവാൻ ജോസഫ് കാണിക്കുന്ന താൽപ്പര്യം ഇന്നത്തെ കാലത്ത് മാതൃകാപരമായ ഒന്നാണ്. ഈ ഭവനത്തിൽ ഇവർ ഇവരുടെ പിതാവിൻ്റെ വികലാംഗയായ പ്രായമായ ഒരു സഹോദരിയെയും നോക്കുന്നുണ്ട് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ അവസ്ഥയിൽ ഇവർക്ക് നമ്മുടെ സഹായം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പരസ്നേഹത്തിൻ്റെ സന്മനസ്സിൻ്റെ ഭാഗമായി നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഇവരെ സഹായിക്കുവാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് തീരെ വയ്യാതെയായി. 2 കൊല്ലാവാരായി സ്റ്റോക്കായിട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കണം. മക്കളെ കൊണ്ടാണെങ്കിൽ കഴിവ് കുറവാണ്. അവരെ കൊണ്ട് അവരെ മക്കളുണ്ട്. അവർക്ക് ഭാര്യയും കുടുംബങ്ങളൊക്കെ ഉള്ള കാരണം നോക്കായില്ല. എന്നാലും അവരെ കൊണ്ട് സാധിക്കുന്നത് കുറവാണ്. ഞങ്ങൾക്ക് ഈ സഹായം തരണമെന്നും അപേക്ഷിക്കുന്നു. ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ ഇവരെ അർഹമായ രീതിയിൽ തന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവരുടെ ഈ വിഷമസന്ധിയിൽ സഹായഹസ്തവുമായി നമുക്ക് ഇവരെ സമീപിക്കാം. ദൈവം നൽകിയ സന്തോഷത്തിൻ്റെ ഒരു ഓഹരി ഇവരുമായി നമുക്ക് പങ്കിടാം എന്ന വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും സസ്നേഹം ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സന്തോഷ് എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് സന്തോഷിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മിനിയാണ്. സന്തോഷ് 50 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് പെടൽ സംബന്ധമായിട്ടുള്ള അസുഖമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നടക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒന്നും ഇപ്പോൾ സാധ്യമല്ല. അദ്ദേഹം ഒരു ബസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഈ രോഗം തുടങ്ങിയതിന് പിന്നെ ലോട്ടറി കച്ചവടമായി. അതും പറ്റാതെ വന്ന് ഇപ്പോൾ ലൂർദ് ആശുപത്രിയിലെ ചികിത്സയാണ്. അവർക്ക് മക്കളില്ല. അവരുടെ വീട് എറണാകുളം അടുത്ത് എടവടനക്കാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യത്തിലാണ് ഗുഡ്നസ് TV അവരെക്കുറിച്ച് അറിയുന്നതിനും അവരുടെ അവസ്ഥ ഗുഡ്നസ് TVയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനും ഇടയായത്. ആ അവസരത്തിൽ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹകരിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് 1,61,000 രൂപ സമാഹരിക്കുന്നതിനും ഇപ്പോൾ കൊടുക്കുന്നതിനും നമുക്ക് സാധിക്കുന്നത്. നമുക്കറിയാം, ചികിത്സ ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിൽ വളരെ ചിലവേറിയതാണ്. അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്തെ ലൂർദ് ആശുപത്രിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി പണച്ചെലവുണ്ട്. ഈ ചിലവൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ചുറ്റുവട്ടത്തുള്ള നല്ലവരായ ആളുകളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടെയൊക്കെയാണ്. അപ്പോൾ ഈ ഗുഡ്നസ് TVയിലൂടെ ഈ വാർത്ത നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ലവരായ
നിങ്ങൾ വളരെ നിർലോഭമായിട്ട് സഹകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത്രയും വലിയൊരു തുക സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനും നമുക്ക് സാധിച്ചത്. ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ ഈ തുക ഇപ്പോൾ ഞാൻ സന്തോഷിൻ്റെ ഭാര്യ മിനിക്ക് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക സമാഹരിക്കുന്നതിന് നമുക്ക് സാധിച്ചത്. എനിക്കറിയാം 50 രൂപ തന്നവരുണ്ട്, 100 രൂപ തന്ന് സഹായിച്ചവരുണ്ട്, 500 രൂപ തന്ന് സഹായിച്ചവരുണ്ട്. അങ്ങനെ വളരെ ചെറിയ ചെറിയ തുകകൾ കൂട്ടി വെച്ചിട്ടാണ് ഇത്രയും വലിയ ഒരു തുക കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചത്. ചിലരൊക്കെ ഫോൺ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛൻ എനിക്ക് 50 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 100 രൂപയെ തരാനുള്ളൂ, അത് തന്നാൽ സ്വീകരിക്കുമോ എന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, 1 രൂപ തന്നാലും ഞങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും, അത് അപ്പോൾ കാണിക്കുന്ന ആ രോഗികൾക്ക് കൊടുക്കുന്നതുമാണ് എന്ന്. അപ്പോൾ ഞാനിത് പറയാനായിട്ട് ഇടയായത്, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രോഗ്രാമിനോട് സഹകരിച്ചിരിക്കുന്നതിൽ 95% പേരും സാധാരണക്കാരും ദരിദ്രരുമായിട്ടുള്ള ആളുകളാണ്. അവരുടെ പല അത്യാവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവർ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഗുഡ്നസ് ടിവിയിലൂടെ സമറിയാൻ എന്ന പ്രോഗ്രാമിനെ സഹായിക്കുന്നതിനായിട്ട് അവർ മുന്നോട്ട് വരുന്നത്. ഈ അവസരത്തിൽ അവരെ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ദൈവസമക്ഷം സമർപ്പിക്കുകയാണ്. ദൈവാനുഗ്രഹങ്ങൾ അവരുടെ മേലെ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും അവർക്ക് ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സന്തോഷവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷം എന്ന ഈ സഹോദരനെ നമുക്ക് മറക്കാതിരിക്കാം. അദ്ദേഹത്തെ വീണ്ടും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ട് ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ലല്ലോ. പ്രാർത്ഥന വഴിയായിട്ട് വീണ്ടും അദ്ദേഹം ആരോഗ്യത്തിലേക്കും സൗഖ്യത്തിലേക്കും കടന്നു വരുന്നതിന് നമുക്ക് അദ്ദേഹത്തെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഗുഡ്നസ് ടിവിയുടെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ ഭർത്താവിൻ്റെ ചികിത്സക്കായി ഞങ്ങളെ സഹായിച്ച ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഞങ്ങൾ രണ്ടുപേരും നന്ദി പറയുന്നു.